Good afternoon. Good afternoon, ma'am. 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 Okay. Good afternoon, ma'am. Prayer ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. Good afternoon, ma'am. പ്രേയറിന് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ ചെയ്യാം. ഓക്കെ. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മ ഫസ്റ്റ് എയ്ഡില് പെയിന്റിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്ലേഡിങ് എന്താന്ന് പറഞ്ഞു, അതിന് ട്രീറ്റ്മെന്റ് പറഞ്ഞു. ലാസ്റ്റ് സ്നേക്ക് ബീറ്റിംഗ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? എല്ലാവർക്കും അത്ര വരെ മനസ്സിലായില്ല? ഓക്കെ. ഇനി നമ്മൾ അടുത്തതാണ് ഡ്രോയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി പോവുക. നമ്മളെല്ലാവരും ചിലപ്പോൾ കേൾക്കണ്ടാവും ഈ കുട്ടികള് ചെറിയ ബക്കറ്റിൽ വീണ് മുങ്ങി മരണങ്ങൾ, അതേപോലെ തന്നെ പിന്നെന്താണ് പുഴകളിൽ കുളിക്കാൻ പോകുമ്പോ എന്ത് സംഭവിക്കണു, മുങ്ങിപ്പോണു, മരണം സംഭവിക്കണു, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്താണ് ഡ്രോയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി പോവുക, അതായത് മുങ്ങുക എന്നുള്ളൊരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ വെള്ളത്തില് പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നാം എന്ത് പറയണത്, ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടാ. മനസ്സിലായാലും കേട്ടില്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം എന്തായാലും പറഞ്ഞിരിക്കുന്ന. ഇൻ സച്ച് കേസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ഒരാള് മുങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത് ഉള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ നോക്കും. നമ്മുടെ ഫ്രണ്ട് നമ്മളും കൂടി കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുഴയിലോ എന്തെങ്കിലും വെച്ച് അങ്ങനെ സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് നീന്താൻ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ഉറക്കി വിളിച്ച് എന്ത് ചെയ്യാ പറയാ, കൂട്ടുകാരൻ വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന് പറയാം. ഇനി അത്ര ധൈര്യം ഉണ്ട്, നീന്താനായിട്ട് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാ, പുഴയിലേക്ക് ഇറങ്ങാം. ഒരുപാട് പത്ര ന്യൂസിൽ വായിച്ചിട്ടില്ലേ, മുങ്ങിക്കൊണ്ട് പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ആള് മരണം സംഭവിച്ചു, ഒഴുക്കിൽപ്പെട്ട് മരണം സംഭവിച്ചു. അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയില് ഒരു കൊച്ചും അമ്മയും കൂടി, ഒരു കുഞ്ഞിക്കൊച്ചും അമ്മയും കൂടി വെള്ളത്തിലേക്ക് ചാടി. അത് കണ്ടു നിന്ന നേവിക്കാരൻ, കൂട്ടുകാരനുണ്ടായിരുന്നു, നേവിക്കാരൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ആ കൊച്ചിന്റെ എന്തോ കല്യാണമായിട്ട് വന്നതാണ്, അപ്പൊ നീ ഇവിടെ നിന്നോ, ഞാൻ അമ്മനെയും കൊച്ചിനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. ആ കൊച്ചിനെ എന്തോ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുത്ത് അമ്മനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുത്തു. പിന്നെ കൊച്ചിനെ രക്ഷപ്പെടുത്താനോ എന്തോ പോയപ്പോഴേക്കും ഈ നേവിക്കാരൻ കാണാതെയായി. ആ ചേട്ടൻ ഇപ്പോഴും ബോഡിയൊന്നും കിട്ടിയിട്ടില്ല, ഒഴുക്കിപ്പെട്ടു എന്നാ പറയണത്. ഇങ്ങനെ സംഭവങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അടുത്തുള്ള ആൾക്കാരോട് പറയണം, ഞാനും പുഴയിലേക്ക് ചാടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് നീന്തി അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. അത്ര എക്സ്പീരിയൻസിനാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ, ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സാധാരണ കേസിലാണ് നമ്മളുടെ കുട്ടി വെള്ളമൊക്കെ ഒഴിക്കാൻ ബക്കറ്റിലേക്ക് വീണ് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സാധാരണ രീതിയിൽ എന്താണ്, പുഴയിൽ നിന്ന് ഒരാൾ വീണിങ്ങനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ തന്നെ എന്തെയും വയറ്റിലെ വെള്ളം അങ്ങോട്ട് ഞെക്കി പുറത്തേക്ക് എടുക്കും. യൂണിറ്റ് 5 ആണ് കേട്ടോ, പാർട്ട് 1 യൂണിറ്റ് 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വയറ്റിന്ന് വെള്ളം വയറ് നിൽക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വീണപ്പോ ചിലപ്പോൾ നമ്മുടെ ലെങ്സിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവില്ല, അത് വയറ്റിലേക്കായിരിക്കും പോയിരിക്കുന്നത്. നമ്മിങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഞെക്കണ അനുസരിച്ച് വായക്കൂടി വെള്ളം കളയാന്നുള്ള ഒരു രീതിയിലായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇല്ലേ, നമ്മുടെ ലെങ്സിലേക്ക് വെള്ളം കയറിയും അതുവഴി മരണം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, വെള്ളത്തിൽ പോയ ഒരാളെ വയറ്റിൽ പിടിച്ചിട്ട് നിൽക്കരുത്. പിന്നെ എന്താ നമ്മൾ ചെയ്യാം,
നമ്മള് അവനെ എന്ത് ചെയ്യാം, അവന്റെ ഫേസ് ഡൗൺവേർഡ് ആയിട്ട് നിർത്താം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് ചെരിച്ച് നിർത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്ക് ചെരിച്ച് നിർത്തിയിട്ട് ആ വെള്ളം കളയാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത ആൾക്ക് ബോധമില്ലാന്ന് വിചാരിക്കും. ബോധം ഇല്ലെങ്കിൽ നമ്മൾ നോക്കാം, അതിനകത്ത് നോക്കാം പൾസ് ഉണ്ടാന്ന് നോക്കാം, പൾസ് ചെക്ക് ചെയ്യാം. പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, കൃത്രിമ ശ്വാസം കൊടുത്താൽ മതി. പൾസും ഇല്ല എന്ന് തോന്നാൻ നോക്കും, കയ്യിൽ നോക്കാം പൾസ്, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മളെ കഴുത്തിന്റെ എന്താ പറയാ, കഴുത്തിന്റെ ഇവിടെ ആയിട്ട് പൾസ് ഉണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പൾസ് ഉണ്ട്. അപ്പൊ അവിടെ ബീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുത്താൽ മതി, കൃത്രിമ ശ്വാസം കൊടുത്താൽ മതി. ഇനി ബീറ്റ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഹാർട്ട് ബീറ്റ് ഇല്ല അല്ലെങ്കിൽ പൾസ് കിട്ടണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, CPR ഉടനടി കൊടുക്കണം. ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നിട്ടല്ല CPR കൊടുക്കേണ്ടത്, അതിക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, CPR കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ രോഗിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മൾ അറിയാറുണ്ട്, നമ്മൾ കേട്ട് പരിചയമുണ്ട്. ഏതൊരു സിനിമാ നടൻ ഈയിടെ ഒരു വർഷം കണ്ടായിട്ടുള്ളൂ, അത് എന്തോ കുളിക്കാനായിട്ട് പുഴയില്, ഒരു മിനിറ്റ്, ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടിരുന്ന ഒരു സിനിമാ നടൻ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ആ വ്യക്തി മരണപ്പെടാനുള്ള കാരണം വെച്ചാൽ അവരുടെ കൂട്ടുകാർ ഇറങ്ങി വെള്ളത്തിൽ അവർ നീന്തി രക്ഷപ്പെടുത്തി നേരെ അവർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷെ നമ്മ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ എത്തണ ആ ഒരു പർട്ടിക്കുലർ ആ ടൈമില്ല, ആ ടൈം എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്, ഗോൾഡൻ അവേഴ്സ് ആണ്. ആ രോഗി ജീവിച്ചിരിക്കണോ അല്ലോ മരിച്ചു പോണോ എന്നുള്ളൊരു തീരുമാനം എടുക്കണ അവർ, അല്ലെങ്കിൽ ആ ഒരു, ഞാൻ പറയണത് ക്ലിയർ ആവണില്ലേ? ഉണ്ട് മാം. അപ്പൊ ഒരാൾക്കാണെങ്കിൽ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കോ, ഒന്ന് മാറി ഒന്ന് നിൽക്കട്ടോ. അപ്പൊ എന്താണ്, ആ സിനിമാ നടൻ അങ്ങനെ മരണപ്പെട്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, അയ്യപ്പൻ കോശിയിൽ ആ ഒരു പോലീസ് ഓഫീസറായിട്ട് അവതരിപ്പിച്ച ആ ഒരു വ്യക്തിയാണ്. പേര് അറിഞ്ഞു, സച്ചിൻ ആണോ? ഡയറക്ടർ അല്ല, അയ്യപ്പൻ കോശിയില് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചില്ലേ? എന്താണ്, സംവിധായകനല്ലായിരുന്നോ? സംവിധായകനല്ല, സംവിധായകന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ഒരു പോലീസ് വേഷം, അടുത്ത ദിവസം പറയാറാന്നുള്ള കാര്യം കേട്ടോ. മോനാണ് അല്ലല്ല, സച്ചിനോ? സച്ചിൻ അല്ല, അനിൽകുമാർ. അനിൽകുമാറിന് അങ്ങനെ തോന്നുന്നു. ഇപ്പൊ കുറച്ച് ഫിലിംസിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. നമ്മുടെ ബിജു മേനോന്റെ സെക്യൂരിറ്റി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ഓക്കെ മ്യൂട്ട് ആക്കിക്കോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ സംഭവിച്ചു, അയാൾ മരണപ്പെട്ടു. കാരണം നേരെ വെള്ളത്തിൽ നിന്ന് എടുത്തു. ആ സമയത്ത് എന്താ, അയാൾ CPR അല്ലെങ്കിൽ കൃത്രിമ ശ്വാസമോ കൊടുക്കാണ്ട് അവർ എന്ത് ചെയ്തു, അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവർ എന്ത് ചെയ്തു, നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും അയാളെ നിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കലായിരുന്നു, ലങ്സിലൊക്കെ വെള്ളം കയറി മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ എന്താണ്, നമ്മ ഒരാൾ വെള്ളത്തിൽ വീണു എന്ന് തോന്നി അയാളെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം, പൾസ് ഉണ്ടോ എന്ന് നോക്കാം. ഒന്നില്ലെങ്കിൽ കയ്യിൽ പൾസ് ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കഴുത്തിന്റെ ഇവിടെ എല്ലാവരും നോക്കിയാൽ മതി, അവിടെ അറിയാൻ പറ്റും പൾസ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒന്ന് സംസാരിക്കണം, ഒന്ന് നോക്കി നോക്കിയാൽ എല്ലാവരും കിട്ടുന്നുണ്ടാവും കേട്ടോ പൾസ്. അപ്പൊ അവിടെ പൾസ് ഉണ്ടോ നോക്കാം. ഇല്ല, പൾസ് കിട്ടണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ശ്വാസം കൊടുത്തു നോക്കാം. ശ്വാസം കൊടുത്തു നോക്കാം. പൾസ് ഉണ്ടെങ്കിൽ ശ്വാസം കൊടുത്താൽ മതി, കൃത്രിമ ശ്വാസം കൊടുത്താൽ അയാൾ എന്ത് ചെയ്യാം, ബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം ഒരു 5-6 ടൈംസ് കൊടുത്തു നോക്കാം. വീണ്ടും പൾസ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇനി പൾസ് കിട്ടണില്ല, നമ്മൾ നോക്കിയിട്ട് പൾസ് കിട്ടണില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഉടനടി CPR കൊടുക്കണം. CPR കൊടുക്കാനായിട്ട് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ CPR പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇനി എന്താ പറയുന്നത്, CPR. ഞാൻ CPRനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം ക്ലാസ് കഴിയുമ്പോൾ. എന്താണ് CPR എന്ന് മാത്രം പറയാം. കാർഡിയോപോൾ മോണിറ്ററി റെസിസ്റ്റേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമുക്ക് പഠിക്കാനുള്ള പോർഷൻ അല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, CPR പ്രൊവൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. യൂണിറ്റ് 5 ആണ്.
പാർട്ട് 1 യൂണിറ്റ് 5 നോക്കാട്ടെ ഇനി എന്താ ഇതിൽ പറഞ്ഞിരിക്കണേ നമ്മൾ വായിച്ച് നോക്കിയാണ്. The drawn person face should be downward and feet should be up. നമ്മുടെ കാലുകൾ ഉയർത്തി പിടിച്ച് മുഖം എങ്ങനെ താഴ്ത്തി വെച്ചിട്ട് വേണം. എന്നിട്ട് പുറത്ത് തട്ടി വെള്ളം കളയണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, വയറ്റിൽ അമർത്തി വെള്ളം പുറത്തേക്ക് എടുക്കാൻ നോക്കരുത്. ഇനി ആരും അങ്ങനെ ചെയ്യൂല. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് വയറ്റില് ഞെക്കി വെള്ളം പുറത്തേക്ക് എടുക്കുന്നത്. അതൊക്കെ വെറുതെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും വയറ്റിൽ അമർത്തി കഴിഞ്ഞാൽ ഉണ്ടാവണ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന വെള്ളം വയറ്റിൽ കിടന്നോട്ട് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ ഛർദ്ദിച്ചു വന്നാൽ അങ്ങനെ മതി. പക്ഷെ ആ വെള്ളം നമ്മുടെ ലങ്സിലേക്ക് കയറി നമ്മൾ പെട്ടെന്ന് അപകടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഹിസ് വെസ്റ്റ് ഷുഡ് ബി പ്രസ്ഡ് വിത്ത് ബോത്ത് ഹാൻഡ്. അദ്ദേഹത്തിന്റെ വെസ്റ്റ് എന്ത് ചെയ്യണം, 2 ഹാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം. The person should be dried up with a warm towel or hot water bottle. പിന്നെ അദ്ദേഹത്തിന്റെ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും വാം ടവൽ വെച്ചിട്ട് കവർ ചെയ്യണം. കാരണം പെട്ടെന്ന് ഷിവറിങ് വരാനും ഫിക്സ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ, തണുത്ത ടവല് മാറ്റുക അല്ലെങ്കിൽ തണുത്ത ഡ്രസ്സ് മാറ്റാൻ നല്ല വാം ആയിട്ടുള്ള ടവല് അല്ലെങ്കിൽ ഡ്രസ്സോ കൊടുക്കാം. പിന്നെ കുറച്ച് ഹോട്ട് വാട്ടർ എന്ത് ചെയ്യാം, ചൂടുവെള്ളം കൊടുക്കാനായിട്ട് നോക്കാം. ഹോട്ട് വാട്ടർ ഷുഡ് ബി ഗിവൻ. ഹോട്ട് വാട്ടർ കൊടുക്കാനായിട്ട് നോക്കാം. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞു വേറൊന്ന് നോർമൽ ആയി നമുക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, സ്പീഡ് കൂടുന്ന പോലെ. ഓക്കെ കേട്ടോ, ഓക്കെ നോക്കാട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് കുറച്ച് ഹോട്ട് ആയിട്ടുള്ള വെള്ളം കൊടുക്കുക, കുറച്ച് വാമാക്കാൻ നോക്കുക. പിന്നെ എന്താണ് പറഞ്ഞത്, ഒന്ന് സ്റ്റേബിൾ ആവണ വരെ നമ്മൾ നോക്കാം. ദെൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. കാരണം ഒരാൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എടുത്തു, കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. നോർമലായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ആളുടെ വയറ്റിലോ ലെങ്സിലോ ഇത്തിരി വെള്ളം കയറിയാൽ പോലും ആൾക്ക് മരണം സംഭവിക്കാം. എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ നമ്മ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അല്ലാണ്ട് അവിടെ നിർത്തുക അല്ലെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ പോക്കോ അങ്ങനെ ഒന്നും പറയരുത്. നേരെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ബെഡ് ക്ലോത്ത് ഷുഡ് ബി റിമൂവ്ഡ് ആൻഡ് ദേ ഷുഡ് ബി ലൂസ്. അതേപോലെ നനഞ്ഞ തുണികൾ എന്ത് ചെയ്യാൻ മാറ്റി നമ്മള് അല്ലെങ്കിൽ ഒന്ന് അഴിച്ചിടാനൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ എന്തെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ മുങ്ങി പോവുകയാണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യുന്നതാണ് എങ്ങനെയെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് അദ്ദേഹത്തെ കരയ്ക്ക് അടുപ്പിക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് നീന്തൽ അറിയാമെന്നോ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പുഴയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ ഇറങ്ങാൻ പാടുള്ളൂ. നമുക്ക് നീന്തൽ അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടാ. അവർക്ക് ആർക്കെങ്കിലും നീന്തൽ അറിയില്ല, അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് ഇറങ്ങേണ്ടത്. കാരണം നിങ്ങളും കൂട്ടുകാരനും കൂടി അല്ലെങ്കിൽ 2 ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താണ്, ഒരു കുട്ടി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരാളെ എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ ഇറങ്ങും. ഇവര് 2 പേരും വെള്ളത്തിൽ പെട്ട കാര്യം ആരും പുറം ലോകം അറിയൂല. പിന്നെ അപ്പൊ നമുക്ക് 2 പേരുടെയും രക്ഷപ്പെടുത്താനായിട്ട് ചാൻസ് കുറവാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്താ ഇറങ്ങാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൂടി എടുത്തിട്ട് വേണം ഇറങ്ങാൻ. അല്ലെ ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, നീന്തൽ അറിയാമെങ്കിൽ അവര് വേണം ഇറങ്ങാനായിട്ട് നീന്തൽ. അതേപോലെ തന്നെ കയറ്, റോപ്സ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന കയറ് അത് വെച്ചിട്ട് വേണം നമ്മളത് കയറ് വട്ടം ചുറ്റിയിട്ട് എന്നിട്ട് നീന്തിപ്പോയി ആളെ രക്ഷപ്പെടുത്തി പോരാം. അതേപോലെ തന്നെ രക്ഷപ്പെടുത്തുമ്പോ ബാക്കിൽ നിന്ന് പിടിച്ച് വലിച്ചു കയറ്റാനൊക്കെ ആയിട്ട് നോക്കാം. അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തോളും. പിന്നെ എന്താ പറഞ്ഞത്, ഇപ്പൊ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും, നമ്മൾ കേട്ടിട്ടുണ്ട് ബക്കറ്റിൽ വീണു മരണം സംഭവിച്ചു. അത് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ചിലപ്പോ ആ കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പൾസ് ഉണ്ടാവും. നമ്മളിപ്പോ പെട്ടെന്ന് കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോ ആ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റണം. നമ്മൾ എന്ത് ചെയ്യണം, പൾസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഭാവിയിൽ വരെയാണെങ്കിൽ വെള്ളത്തിൽ വീണ്ടും ആളെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പൾസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്രിമശ്വാസം കൊടുക്കാനായിട്ട് നോക്കണം. കൃത്രിമശ്വാസം എന്ന് പറഞ്ഞാലും മൂക്ക് കൊത്തിപ്പിടിച്ച് താഴെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മള് വായിൽ ശ്വാസം കൊടുക്കുക. അങ്ങനെ 5-6 ടൈംസ് കൊടുക്കുക. ഓക്കെ ആണെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ ഓക്കെ ആവും. ഓക്കെ ആണെങ്കിൽ നേരിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇനി പൾസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, CPR കൊടുക്കണം. CPR കൊടുക്കേണ്ടതായിട്ട് വരും. പൾസ് നോക്കാം, CPR കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത്. അതേപോലെ ഇനിയിപ്പോ അത് നോർമൽ ആയിട്ട് ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യാം, കുറച്ച് ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ടവല് കൊടുക്കുക. കാരണം പെട്ടെന്ന് ഷിവറിങ് ഒക്കെ വരും. കാരണം അത്രയും നേരം വെള്ളത്തിൽ കിടന്നാണല്ലോ, അതുകൊണ്ട് ഷിവറിങ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യാം, നല്ലൊരു ടവല് കൊടുത്ത് അദ്ദേഹത്തിന് കുറച്ചുകൂടി വാം ആക്കാനായിട്ട് കുറച്ച് ചൂട് കിട്ടുന്ന രീതിയിലാക്കാൻ നോക്കാം. ഹോട്ട് വാട്ടറിന്റെ ബോട്ടിലൊക്കെ കൊടുക്കുക. അതേപോലെ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക. ദെൻ അദ്ദേഹത്തിന്റെ നനഞ്ഞ തുണികൾ ഡ്രസ് ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം.
അപ്പൊ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്താ പറയാ നമ്മുടെ കുട്ടികളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് മുതിർന്നവരോട് അവരോട് പറയണം. നിങ്ങൾക്ക് നിങ്ങൾ മോനോ അല്ലെങ്കിൽ മോനെ ഫ്രണ്ട്സിനോ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരോട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതേപോലെ ഇരുന്നു കുറച്ച് കുട്ടികൾ ബീച്ചിൽ പോയിട്ട് കളിക്കാൻ പോയതാണ്. അപ്പൊ അതിലൊരു കുട്ടി ബീച്ചിൽ തെരെടുത്തു പോയി. അതിന് തൊട്ടടുത്ത് തന്നെ ഈ സ്വിം ചെയ്യുന്ന ആൾക്കാരും അതേപോലെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുട്ടികളെ എന്തെങ്കിലും പേടിച്ചിട്ട് ആ കുട്ടിയുടെ കാര്യം അവരോട് പറഞ്ഞിരുന്നെങ്കിൽ ആ സമയം കൊണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. പക്ഷെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പേടിച്ചു പെട്ടെന്ന് പാനിക് ആവുമല്ലോ. ഈ ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളായാലും പെട്ടെന്ന് പാനിക് ആവും. പക്ഷെ നമ്മൾ ആ പാനിക് ഒക്കെ മാറ്റി വെച്ച് നല്ല ധൈര്യത്തോടെ വേണം ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ. അതേപോലെ ആക്കണം നമ്മുടെ കുട്ടികളോട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആപത്തോ നിങ്ങളുടെ കൂട്ടുകാർക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മുതിർന്നവരോട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ചെയ്യണത് മിസ്റ്റേക്ക് അല്ല, നിങ്ങൾ ചെയ്യണത് നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കുട്ടിയുടെ ജീവൻ വരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് ആ കുട്ടികളോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ടീച്ചേഴ്സ് അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചാൽ നിങ്ങൾ മാതാപിതാക്കളോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അടുത്തുള്ള ആരാണോ മുതിർന്നവർ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കണം. ഓക്കെ ആണ് ഈ പോർഷൻ? Okay, ma'am. ഞാൻ ആദ്യം കുറച്ച് സ്പീഡായി പോയല്ലേ? മാം ഒന്നുകൂടെ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കേടാ. നമ്മളിപ്പോ ഒരാള് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ വെള്ളത്തിൽ കരയിലേക്ക് എടുക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കുക, പൾസ് ഉണ്ടോ എന്ന് നോക്കുക. ഒന്നില്ലെങ്കിൽ കയ്യിൽ നോക്കുക അല്ലെങ്കിൽ കഴുത്തിന്റെ ഇവിടെയിട്ട് നോക്കുക. ദെൻ ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, കൃത്രിമ ശ്വാസം കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം കുറച്ചൊരു കഴിയുമ്പോഴേക്കും ഒരു പ്രാവശ്യം അല്ല ഒരു 5 ടൈംസ് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് അദ്ദേഹം നോർമലായിട്ട് ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ബോധത്തിലേക്ക് വരും. അങ്ങനെ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ നല്ല നനഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്ത് അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ടൗലോ അതേപോലത്തെ നനവില്ലാത്ത എന്തെങ്കിലും വസ്ത്രങ്ങൾ കൊടുക്കുക. അതേപോലെ കുറച്ച് ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം കയ്യിൽ പിടിക്കാൻ, കുറച്ച് ചൂടാവാൻ വേണ്ടി ബോഡി ഒന്ന് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഹോട്ട് വാട്ടറിന്റെ ബോട്ടിൽ കൊടുക്കാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ചൂടുവെള്ളവും കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഒരു ആളെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് നോക്കിയപ്പോ പൾസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, CPR. അപ്പൊ തന്നെ ആർക്കെങ്കിലും അവിടെ ഉള്ള ആർക്കെങ്കിലും CPR കൊടുക്കാൻ അറിയുമെങ്കിൽ CPR കൊടുക്കാനായിട്ട് നോക്കണം. ഓക്കെ ആണോ? ആരാ ഡൗട്ട് ചോദിച്ചത്? ഓക്കെ അല്ലേ? ഇനി ഇതിനെ കുറിച്ച് ആര് പറയും? ബിനു പറയൂ കേട്ടോ. എനിക്കിതിൽ കാണുന്ന പേര് മാത്രമേ അറിയുള്ളൂ. ഞാൻ ബിനു അങ്ങാണ്ടാ കണ്ടത്. ഓക്കെ, ആ ഹെഡിങ്ങിന്റെ അർത്ഥം മാത്രം ഒന്ന് പറഞ്ഞു തരുമോ? ഡ്രോയിങ് എന്നുള്ളതിന്റെ മുങ്ങുക, മുങ്ങിപ്പോകുക, മുങ്ങുക കേട്ടാ. അങ്ങനെ എഴുതി വെക്ക്. മുങ്ങിപ്പോയാൽ അല്ലെങ്കിൽ മുങ്ങുക, മലയാളം കറക്റ്റ് മീനിങ് മുങ്ങുവാന്ന അർത്ഥം. പെട്ടെന്ന് ഒരാൾ ഇപ്പോ വെള്ളത്തിൽ മുങ്ങുകയോ വീഴുകയോ ചെയ്യുവാണേല്, ഹലോ പറഞ്ഞോ, ഞാൻ മ്യൂട്ടാക്കിയതെന്റെ. വീഴുകയോ ചെയ്യുകയാണെങ്കിൽ മാം അവരുടെ ഹാർട്ട് ബീറ്റ് നോക്കിയോ, സപ്പോസ് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല എങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. പിന്നെ പൾസ് നോക്കും. പിന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന നനഞ്ഞ ഡ്രസ്സൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ട് നല്ലതായിട്ടുള്ള കമ്പിളി പോലുള്ള പെട്ടെന്ന് ദേഹം ചൂടാകാനുള്ള നല്ല വസ്ത്രങ്ങൾ കൊടുക്കുകയും പിന്നെ ഹോട്ട് വാട്ടറിന്റെ ബോട്ടിൽ കയ്യിൽ കൊടുക്കുകയും, കാരണം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അഥവാ പൾസ് കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ CPR കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ വിനു. ഇനി അടുത്ത ആരെങ്കിലും പറഞ്ഞേ, വേറൊരാളും കൂടി പറ. ഹലോ, ഞാൻ പറയാം. ഞാൻ മ്യൂട്ടാക്കിക്കോട്ടെ? അടുത്ത ആള് കൃഷ്ണ എന്നല്ലേ പറഞ്ഞത്? അതെ. വെള്ളത്തിൽ വീഴുന്ന ആളിനെ നമ്മള് പുറത്തെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പൾസ് നോക്കണം. പൾസ് നോക്കിയിട്ട് അത് പൾസ് ലോ ആണെങ്കിൽ പുള്ളിക്കാരന് കൃത്രിമ ശ്വാസം കൊടുക്കണം.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തല താഴ്ത്തി വെച്ചിട്ട് കാല് പൊക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്തായിട്ട് പിടിച്ച് അമർത്തി വെള്ളം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ നമ്മൾ ശ്രമിക്കണം. വയറല്ല, വയറിന്റെ ഭാഗത്ത് ഒരിക്കലും പ്രസ് ചെയ്യരുത് ട്ടോ. കമഴ്ത്തി കെടുത്തല്ലേ ചെയ്യണ്ടേ? കമത്തി കടത്തിയിട്ട് കമഴ്ത്തി വെച്ചിട്ടാ ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഓക്കെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ നനഞ്ഞ വസ്ത്രങ്ങള് മാറ്റിയിട്ട് മാറ്റണം. അതുപോലെ തന്നെ നല്ല ചൂടുവെള്ളം കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. ഓക്കെ കുഴപ്പമില്ല. ആ വയറ്റിൽ ഞെക്കരുതെന്ന് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ മുങ്ങിയ സമയത്ത് നമ്മുടെ ലങ്സിലേക്ക് ഒന്നും വെള്ളം കയറിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മള് ബോധവസ്ഥയിലേക്ക് പോയി വയറ്റിൽ കിടക്കുന്ന വെള്ളം വെറുതെ എന്തിനാ നമ്മ ലങ്സിലേക്കൊക്കെ ഇത് കയറുന്നത്? നമ്മ വയറ്റിൽ കൂടെ നിൽക്കുമ്പോ എന്താണ് ചിലപ്പോ ആ സമയത്ത് ലങ്സിലേക്ക് കയറാനും നമ്മുടെ വേറെ കോംപ്ലിക്കേഷൻ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വയറ്റിൽ നിൽക്കുന്നത്. അല്ലാതെ നമുക്ക് തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ തട്ടിക്കൊടുക്കുക, പുറത്ത് തട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ പുറത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മുടെ എന്താ പറയാ നടുവിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് പുറത്തുനിന്ന് എന്ത് ചെയ്യാം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വയറ്റിൽ വന്നോളും. അല്ലാണ്ട് വയറ്റിൽ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോ നേരെ ലെൻസിലേക്ക് ചെല്ലും. ലെൻസിൽ വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ നില അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആവും. നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറ്റൂല. ഓക്കെ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരാള് മുങ്ങി പോകുന്നത് കാണുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ആരെങ്കിലും അറിയിക്കുക. അതിനുശേഷം നമുക്ക് രക്ഷപ്പെടുത്താൻ അറിയുമെങ്കിൽ, നീന്താൻ അറിയുമെങ്കിൽ നമ്മൾ ചാടി രക്ഷപ്പെടുത്തുക. അതിനുശേഷം അയാൾക്ക് പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പൾസ് ഉണ്ട് എങ്കിൽ അവർക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുക. ആദ്യം തല കീപ്പോട്ടും കമഴ്ത്തി കെടുത്തിയിട്ട് തല കീപ്പോട്ടാക്കി വെച്ചിട്ട് വയറിന്റെ ഭാഗത്ത് ഞെക്കി വെള്ളം കളയുക പുറത്തേക്ക്. അതിനുശേഷം വയറല്ല പുറത്ത് ഞെക്കിയിട്ട് ഇടുപ്പിൽ അവിടെ ഞെക്കിയിട്ട് വെള്ളം കളയുക. തുടർന്ന് കൃത്രിമ ശ്വാസം ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. കമ്പിളി ചൂടുള്ള വസ്ത്രങ്ങൾ എന്തെങ്കിലും വേറെ വസ്ത്രം ധരിപ്പിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ. അടുത്തൊരാളോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറയട്ടെ മാം. ശരണ്യ മിസ്. പറഞ്ഞു. ഒരാൾ മുങ്ങിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് നീന്തൽ അറിയുമെങ്കിൽ ഉടനെ തന്നെ വെള്ളത്തിലിറങ്ങി രക്ഷപ്പെടുത്തേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും സഹായത്തിന് വിളിച്ച് പെട്ടെന്ന് രക്ഷിക്കുക. അപ്പോൾ ഉടനെ ആദ്യം നോക്കേണ്ടത് പൾസ് ഉണ്ടോ നോക്കിയിട്ട് അത് ലോ ആണെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കണം. പിന്നെ അതിനുശേഷം കമഴ്ത്തി കിടത്തിയിട്ട് തല കീഴ്പോട്ട് എന്നുള്ള രീതിയിൽ കാല് ഉയർത്തിയ ഒരു രീതിയിൽ കിടത്തിയിട്ട് പിന്നെ പുറത്ത് നമ്മൾ 2 കൈ കൊണ്ട് അമർത്തി ലങ്സിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. പിന്നെ വാം ടവൽ ഉപയോഗിച്ചിട്ട് നന്നായി തുടച്ച് ആളെ വേറൊരു വസ്ത്രം ധരിപ്പിക്കാനോ ഒക്കെ നോക്കുക. കൂടുതലും ആ ഒരു കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നതിൻ്റെ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോട്ട് വാട്ടർ കൊടുക്കുന്നത് നല്ലതാണ്. ഇത്രയൊക്കെയാണ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ പൾസ് ഇല്ല എങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ CPR കൊടുക്കുക. അറിയുന്ന ആൾക്കാരടുത്തുണ്ടെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവേണ്ട ബേൺസ് ആൻഡ് സ്കെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിവല്ല പൊള്ളൽ സംഭവിക്കും. CPR എന്താണെന്നൊന്ന് പറഞ്ഞതിന് ശേഷം CPR ഞാൻ പറഞ്ഞുതരാം. ടോപ്പിക്ക് പറഞ്ഞുതരാം. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പോർഷൻ കഴിഞ്ഞിട്ട് CPR ഓക്കെ. ടോപ്പിക് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ പോർഷൻ ഇതാവും, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ബേൺസ് എന്ന് നമുക്ക് പൊള്ളൽ സംഭവിക്കാന്ന് പറയുന്നത് എന്താണ്? എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോ നമ്മുടെ കയ്യിലേക്ക് ചൂടുവെള്ളം വീട്, അല്ലെങ്കിൽ ചൂട് പാത്രത്തിലൊക്കെ തൊടുമ്പോഴോ, അല്ലെങ്കിൽ വണ്ടിയുടെ ഒക്കെ സൈലൻസറുമൊക്കെ പോയി തൊടുമ്പോഴോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്തായാലും സംഭവിക്കും, ഒരു ബേൺ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ നമുക്ക് ആന്റിസെപ്റ്റിക് ക്രീമോ അല്ലെങ്കിൽ കുറച്ചു നേരം തണുത്ത വെള്ളത്തിൽ വെച്ചാലൊക്കെ മാറും. ഇനി ബേൺസ് കൂടുതലാണ്, പൊള്ളലുകൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഉടനടി ആ പേഷ്യന്റ് ആയിട്ട് വേഗം നമ്മളിങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് മേത്തേക്കൊക്കെ വീഴൂലേ, അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ നമ്മ മാറ്റി എന്താ പറയാ വാർത്തൊക്കെ വെക്കുന്ന സമയത്ത് മേത്തേക്ക് എങ്ങനെ വീഴ, അങ്ങനെ വലിയൊരു പൊള്ളലാണെങ്കിൽ
നമ്മ ഒന്നും നോക്കിയത് വേഗം ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകുക. സീരിയസ് ആണ്, വേഗം എന്താ പറയാ നനഞ്ഞ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് തണുത്ത വെള്ളം ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആളെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നോക്കാം. ചെറിയ പൊള്ളലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം. നമുക്കൊക്കെ അറിയാം ആന്റിസെപ്റ്റിക് ക്രീമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലോവേറയുടെ ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരത്തി കഴിഞ്ഞാലും ഈ എന്താണ് ബേൺസിന്റെ ഒക്കെ ആ ഒരു പാട് അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. A person gets burns by fire, a piece of metal or by current. എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ബേൺസ് സംഭവിക്കാം? ഫയർ വഴി, തീയിൽ നിന്ന് പൊള്ളലേക്കാം, ഏതെങ്കിലും മെറ്റലുമ്പോ പോയി തൊടുമ്പോഴോ അങ്ങനെ പൊള്ളലേക്കാം, അല്ലെങ്കിൽ കറണ്ട് ഷോക്ക് അടിക്കാം, ആ ഷോക്കിൽ നിന്ന് ഒരു ഇത് പൊള്ളലേക്കാണ് ചാൻസ് ഉണ്ട്. ഇപ്പൊ ഷോക്ക് അടിക്കുകയാണെങ്കിൽ കറണ്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആൾക്ക് പൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുങ്ങിപ്പോകുമ്പോ എങ്ങനെയാണോ ഒരാൾ പുറത്തെടുക്കുന്നത് അതേപോലെ തന്നെ ചെയ്യാം. പൾസ് ഉണ്ടാ നോക്കാം, പൾസ് ഉണ്ടെങ്കിൽ കൃത്രിമശ്വാസം കൊടുക്കാം, പൾസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം, CPR കൊടുക്കാം. Sometimes the burns are caused by boiled water, milk, etc. Then it is called scald. നമ്മൾ ഈ ബോയിൽഡ് വാട്ടർ അതേപോലെ മിൽക്ക് എന്നൊക്കെ പൊള്ളലേക്കാൾ ചാൻസ്, നമ്മൾ മേത്തേക്ക് വീഴ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത്, സ്കേൽഡ് എന്ന് പറയണത്. The burned place should be saturated by clean water. നമ്മൾ ബേൺഡ് പ്ലേസ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഒഴിച്ച് കഴുകാനായിട്ട് നോക്കാം. പെട്ടെന്ന് റഷ് ഒന്നും ചെയ്യരുത്, എന്ത് ചെയ്യരുത്, പതുക്കെ തിരിച്ച് വെള്ളം ഒഴിക്കാം. If the patient has collapsed, to try bring him to his senses. ഇനിയിപ്പൊ നമ്മളിങ്ങനെ പൊള്ളലേക്കുമ്പോ തന്നെ പെട്ടെന്ന് തളർന്നു പോകും. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് നമുക്ക് വേദന കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പേഷ്യന്റ് പോകും. അപ്പൊ നമ്മ എന്ത് ചെയ്യാം, ആ പേഷ്യന്റിനെ നമുക്ക് സെൻസിലേക്ക്, അദ്ദേഹത്തിന് നോർമൽ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഫോർ ദ ബേൺ ഷുഡ് ബി അപ്ലൈഡ്. ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്സ് കടകളിൽ നിന്ന് കിട്ടും, അതെന്ത് ചെയ്തു നമ്മുടെ ആ ബേൺ ചെയ്ത ഭാഗത്ത് പരത്താം. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഓർ ക്ലീൻ വാട്ടർ ഓൾസോ ഹെൽപ്ഫുൾ ഇൻ സൈഡ് ബേണിംഗ്. ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ കോക്കനട്ട് വാട്ടറോ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചാലൊക്കെ മതി. ഇഫ് ദ ബേൺ ഈസ് സീരിയസ്, നമ്മുടെ ബേൺ കുറച്ചും കൂടി സീരിയസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മെഡിക്കൽ കെയർ ഈസ് ടു ബി ഗിവൻ. കുറച്ചും കൂടി പൊള്ളലൊക്കെ കേൾക്കൂലേ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന്, ഇപ്പൊ എന്താ പറയാ ഫയർ ഒക്കെ, വലിയ ഫയർ ഒക്കെ സംഭവിച്ചു അവിടെ നിന്ന് പൊള്ളലേറ്റ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാം, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. ഇനി the first aider should be careful in defecting the nature of temporary treatment to the operator to the patient. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തിക്ക് സാധാരണ ടെമ്പററി ആയിട്ട് കൊടുക്കേണ്ട ആ ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ധാരണ നല്ല രീതിയിൽ വേണം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഏകദേശം ധാരണയുണ്ട് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്ന്. നമ്മൾ ഇപ്പൊ ടീച്ചർമാര് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ പഠിച്ചു. എന്ത് നമ്മുടെ കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും എന്താ പറയാ ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് അവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ധാരണയായിട്ടുണ്ടല്ലോ. He or she should have some essential qualities such as compassion, gentleness, power of conclusion, resourcefulness, orderliness, etc. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്, കുറച്ച് ക്വാളിറ്റീസ് വേണം. കമ്പാഷൻ വെച്ചാൽ നമ്മൾ ആ ഒരു വ്യക്തിനെ കൊളാപ്സ് ആവാത്ത രീതിയിൽ അയാളെ നല്ല രീതിയിലോ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തന്നെ മാറും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും, അതേപോലെ പവർ ഓഫ് കൺക്ലൂഷൻ, എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്, ആ ഒരു വ്യക്തി വെള്ളത്തിൽ വീഴുന്ന വ്യക്തിനെ രക്ഷപ്പെടുത്താൻ അടുത്തൊരു കയറെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ആ കയറാണ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊങ്ങി ഫോൾഡ് ചെയ്ത് കിടക്കാം, ഫോൾഡ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കണം, വല്ല ടെർമോക്കോളിന്റെ വലിയ പേപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, വലുതാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ റിസോഴ്സ്ഫുൾനെസ് ആണ്, നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട്, പെട്ടെന്ന് നിരീക്ഷിക്കാനും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ എന്ത് ചെയ്യണം, ആ ഒരു പവർ നമുക്ക് വേണം. He or should be very efficient and quick to rider help to return. എഫിഷ്യന്റ് ആയിരിക്കണം. ആ ഒരു പറഞ്ഞെങ്കിൽ ആ ടൈമിനുള്ളിൽ അതിലുള്ള വ്യക്തിനെ രക്ഷപ്പെടുത്താനും അതേപോലെ ക്വിക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ആളായിരിക്കണം ആരും നമ്മുടെ ടീച്ചേഴ്സ് ആവണം. അപ്പൊ എന്താ പറയണത്, ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടല്ലോ. ഇപ്പൊ ബേൺ എന്ത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതൊക്കെ തണുത്ത ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ കൈ കഴുകണം, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ക്രീം കരുതണം. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ബേൺസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പേഷ്യന്റിനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വേഗം എത്തിക്കാൻ നോക്കാം. ഇനി ഒരാൾ മുങ്ങി പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇത്രയും നാൾ അറിഞ്ഞുകൂടെങ്കിലും ഇനി നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഫെയിന്റിങ്, ഒരാൾ തലകറങ്ങി വീണ്, നമ്മുടെ കുട്ടി തലകറങ്ങി വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം,
ഈ കൈ മുറിഞ്ഞു, ബ്ലേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കണ്ടേ എന്നറിയാം, സ്നേക്ക് ബീറ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ധാരണയായിട്ടുണ്ട് ഇല്ലേ? അതേപോലെ നിങ്ങളെ കൊണ്ട് ഞാൻ പറയും ബിഷപ്പ, നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയായിട്ടില്ലേ, മനസ്സിലായിട്ടില്ലേ? ഓക്കെ. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ ഇതേപോലെ പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കൂലേ? ഓക്കെ. ധൈര്യത്തോടെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കൂലേ? നിങ്ങൾ മാറി ഒന്നും നിൽക്കൂല, പേടിച്ച് നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്. കാരണം നിങ്ങൾ ടീച്ചർമാരാണ്. നമ്മൾ ആ ഒരു ജസ്റ്റ് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച ആ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ചെയ്യണ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഒരു ജീവൻ വരെ രക്ഷപ്പെടുത്താൻ പറ്റും. നിങ്ങൾ ഒരിക്കലും പേടിച്ച് മാറി നിൽക്കരുത്. ധൈര്യത്തോടെ എന്ത് ചെയ്യാൻ നേരിട്ട് ചെന്ന് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ കാര്യങ്ങള്? അതെന്താ പറഞ്ഞത്? ബേൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആന്റിസെപ്റ്റിക് ക്രീം പരത്തി കഴിഞ്ഞാല് ബേൺസ് കുറച്ച് ഒരു ആശ്വാസം കിട്ടും. അതേപോലെ കോക്കനട്ട് ഓയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്താലും മുറിവുകളല്ല ബേൺസ് പൊള്ളലുകൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയണ അറിവുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടെ. ബേൺസ് ആ ഒരു വ്യാപ്തം കുറയ്ക്കാനായിട്ട് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തു. പറയോ? ബേൺസ് പറ്റുവാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ആ ഒരു നീറ്റലും അതിന്റെ ആ പെയിനും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തേന്, അതായത് തേന് ഞങ്ങൾ തേൻ അവിടെ പുരട്ടുന്നതായിരിക്കും. ഒരു പരിധി വരെ ഞങ്ങൾക്ക് അതിന്റെ വേദന മാറ്റാനും അതിന്റെ നീറ്റലിന് ഒരു ശമനം കിട്ടുവാനും അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് തേന്, അതായത് ചെറുതേന്. ചെറുതേൻ നല്ലതാണ്. പിന്നില്ല മിസ്സേ, ശരണ്യ പറഞ്ഞോ കേട്ടോ, ബാക്കി എല്ലാവരും മ്യൂട്ടാക്കും. ഓരോരുത്തരും പറഞ്ഞോ, എല്ലാവർക്കും ക്യാൻസർ. എന്താന്നറിയോ, ഈ എനിക്ക് തന്നെ പൊള്ളിയതാണ്. ഇങ്ങനെ വെള്ളം കുളിക്കാൻ വേണ്ടി എടുത്തപ്പോഴിങ്ങനെ പെട്ടെന്ന് ഓർത്തില്ല അത് ചൂടാന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ വയറിലോട്ട് വെച്ചു, പേസ്റ്റ് തേക്കാൻ പറഞ്ഞു. പേസ്റ്റ് തേച്ചിട്ട് പക്ഷെ ഇങ്ങനെ ചൂടായിരുന്നു, ഇങ്ങനെ ഒരു ആവി എടുക്കണായിരുന്നു പേസ്റ്റ് തേച്ചിട്ട്. പെട്ടെന്നൊരു റിസൾട്ട് പേസ്റ്റിന്ന് കിട്ടില്ല. പക്ഷെ നോർമലി പേസ്റ്റ് വെച്ചാൽ മതി എന്നാ എന്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നില്ല. അത് ഓക്കെ ആണോ അത്? മാം, ഇവിടെ നാട്ടിലായാലും പേസ്റ്റ്, പക്ഷെ തുടക്കത്തിൽ ആ ഒരു പൊളച്ചിലേ ഉണ്ടാകത്തുള്ളൂ. ക്രമേണ ഞങ്ങൾക്ക് ആ ഒരു ഇതിന്റെ ആ നീറ്റിലൊക്കെ നമുക്ക് നല്ലൊരു ശമനം കിട്ടും. പേസ്റ്റ് ആയിരുന്നാലും സപ്പോസ് തേനായിരുന്നാലും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിലൊരു മാറ്റം കിട്ടത്തില്ല. ക്രമേണ ആ വേദന ഒന്ന് കുറയും. അതിന് ഒരു അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് ഷുവറാണ്. കാരണം എനിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരിതായിട്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അതിനോട് വിശ്വാസമുണ്ട്. ഡോക്ടർമാര് പറയുന്നത് പേസ്റ്റ് തേക്കരുന്നാണ് മിസ്സേ. ഞാനും കേട്ടിട്ടുള്ള പേസ്റ്റ് തേക്കരുതാണ്. ആന്റിസെപ്റ്റിക് ക്രീമുകൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം പേസ്റ്റ് തേക്കരുതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടാ. വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അലോവേര ജെല്ലും നല്ലതാണ്. ഞാൻ അലോവേറ ജെല്ല് ഇവിടെ ഹലോ, ഇവിടെ എന്റെ ഉപ്പാടെ ഏട്ടന്റെ കുട്ടി 10 മാസം പ്രായമായ ഒരു മോളായിരുന്നു. 10 മാസേ പ്രായമായിട്ടുള്ള, ഒരു വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അവളിങ്ങനെ പിടിച്ച് നടക്കാൻ തുടങ്ങുന്ന ടൈമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് മുത്തമ്മ. അതായത് ഉപ്പാന്റെ ഏട്ടൻ 60 വയസ്സായതിനു ശേഷം രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടായത്, ഒരു മോൾ ഉണ്ടായതാണ്. 10 മാസം 11ാമത്തെ മാസമൊക്കെ ആ സമയം നടക്കാൻ തുടങ്ങുന്ന ആ ടൈമില്ലേ, ആ സമയത്ത് ഈ മൂത്തുമ്മ ചായക്ക് വെള്ളം വെച്ചിട്ട് കിച്ചണില് വേറെ എന്തോ ഒരു ജോലിയിൽ നിൽക്കുമ്പോ കുട്ടി ഇങ്ങനെ പതുക്കെ പിടിച്ച് ചുമരുമ കൂടെ പിടിച്ച് നടന്ന് വന്നിട്ട് ഈ ഗ്യാസിന് നമ്മള് അടുപ്പക്ക് വയറ് കൊടുക്കൂലെ, സിലിണ്ടർമെന്ന് അടുപ്പക്ക് വയറ് കൊടുക്കൂലേ, ജോയിന്റ് കൊടുക്കൂലെ, അതുമ്മ പിടിച്ച് വലിച്ചു. നല്ല നീളത്തിലുള്ള വയറായിരുന്നു. അത് പിടിച്ച് വലിച്ചതില് ഈ വാലുള്ള പാത്രമായിരുന്നു, നമ്മൾ പാലൊക്കെ തിളപ്പിക്കണ വാലും പാത്രല്ലേ, ആ വാലുമ്മ ഇത് തട്ടിയിട്ട് ആ തിളച്ച ചായ ആ കുട്ടിയുടെ മേത്തുകൂടെ പോയി. മേത്തുകൂടെ എന്ന് പറഞ്ഞ മുഖത്ത് കൂടെ പോയി, അവളെ വയറുമ്മ കൂടെ, അങ്ങനെ ഫുള്ളായിട്ട് അവളുടെ ഒരു പാത്രം ചായ അവളെ മേത്തുകൂടെ പോയി. അങ്ങനെ
കുട്ടി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവള്. അപ്പൊ മൂത്തമ്മ മൂത്തമ്മക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എത്രണ്ട് പൊള്ളി എന്നുള്ളതും അറിയില്ലോ. നേരെ മൂത്തമ്മ സിങ്കിന്റെ നമ്മളെ പൈപ്പിന്റെ ചോട്ടി കൊണ്ടുപോയിട്ട് പൈപ്പ് നല്ല സ്പീഡിൽ തുറന്നു വിട്ടു. സ്പീഡിൽ തുറന്നതിൽ അപ്പൊ തന്നെ അവളുടെ മേത്ത് തോലൊക്കെ പോയി. അങ്ങനെ ആകെ പോയതായിട്ട് മൂത്തമ്മ കുട്ടീനെ എടുത്തിട്ട് ഇവിടെ വന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞപ്പോ വേഗം ഞങ്ങൾ ഇവിടെ അടുത്ത് പട്ടാമ്പി സേവന ഹോസ്പിറ്റലിന്റെ പ്രൈവറ്റ് ഹോസ്പിറ്റല്, അവിടെ കുട്ടീനെ എടുത്തില്ല. അപ്പൊ വേഗം PK ദാസ്ക്ക് പോയി. അവിടെ എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും പൊള്ളിയിരുന്നു അവളെ മേത്ത്. എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയി നോക്കുമ്പോ പറഞ്ഞു 60% ലിവറിനൊക്കെ പൊള്ളല് ബാധിച്ചിക്കണു, 60% പൊള്ളി കഴിഞ്ഞു. അങ്ങനെ അവൾ 5 ദിവസം അവൾ ICUലൊക്കെ ആയിട്ട് അങ്ങനെ കടന്ന് 5ാമത്തെ ദിവസം അവള് മരിച്ചു പോകുക ചെയ്തത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ, കാരണം അത്രയും പൊള്ളിപ്പോയി. ഒരു ചെറിയ അശ്രദ്ധ കാരണം അവൾ അങ്ങനെ പൊള്ളിയിട്ട് അവള് മരിച്ചിട്ടുണ്ടായത്. ശ്രദ്ധിക്കേണ്ട, നമ്മള് വീട്ടിലായാലും പെരുമാറുമ്പോ കുട്ടികളുടെ അടുത്തുനിന്ന് ഈ ആ ഒരു പൊള്ളണതൊക്കെ മാറ്റി വെക്കാനും, അതേപോലെ ചുരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ നോക്കാം. കുട്ടികളോട് പറയാം. ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന വണ്ടികൾ വേഗം പിടിക്കാനുള്ള സൈലൻസറിന്ന് പൊള്ളലേക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അവരോട് പറയണം നമ്മ എന്ത് ചെയ്യണം, ഇങ്ങനെ പോയി ഓടിച്ചെന്ന് പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ. അതെ, എന്റെ വീടിനടുത്ത് ഒരു ചേച്ചിയുടെ കാലിൽ തിളച്ച വെള്ളം വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഉജാലയില്ലേ, നമ്മൾ തുണികൾക്ക് മുക്കുന്ന നീല കളറിലെ, അതൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് വെള്ളത്തിൽ അത് ലയിപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഇട്ട്, എന്നിട്ട് ഈ ചേച്ചിയുടെ കാൽ അതിലേക്ക് ഇറക്കി വെച്ചു. ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാലെടുത്തത്. അപ്പൊ കളർ മൊത്തം കാലെ പിടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, ഇത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ കളർ ഇങ്ങനെ ഇളകി തൊലിയോട് കൂടിയിട്ട് പോകും. മേലത്തെ തൊലിയോട് കൂടി പോകുമ്പോ ആ പൊള്ളല് പോകുമെന്നാ പറയുന്നത്, പാടുപോലും അവശേഷിക്കില്ല അത്രേ. ഇതിങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോണ അനുസരിച്ച് അതിങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാട്ടോ. അത് വെറുതെ കേട്ടോ, ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. വെറുതെ പറയും. അതുപോലെ മിസ്, ഈ ഗോതമ്പ് പൊടി ഇല്ലേ, ആട്ടപ്പൊടി, ഈ പൊള്ളിയാല് നമ്മള് ഈ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അത്ര. അപ്പൊ നമ്മൾ ഈ പൊള്ളിയ ഭാഗം പൊള്ളി ആ ടൈമിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ആ ഗോതമ്പ് പൊടിയിൽ കൈയോ അല്ലെങ്കിൽ പൊള്ളി സ്ഥലം എവിടെ വെച്ചാൽ അത് മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വീർത്ത് വരില്ല എന്ന് പറയും. നമ്മുടെ പൊള്ളല് നമുക്ക് അധികം ബാധിക്കൂല എന്ന്, കാരണം ആ തണുപ്പില് നമ്മുടെ ആ പൊള്ളല് അങ്ങനെ അവുങ്ങി പോകുന്നു, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പുതിയൊരു അറിവാണ്. അതുപോലെ ഈ വാഴപ്പിണ്ടിന്റെ കാല് പൊള്ളിയപ്പോ ഇതേപോലെ വാഴപ്പിണ്ടിന്റെ ഉള്ളിലാണ് കൊണ്ടുവച്ചത്. അത് ശരിയാണ് മാഡം. എന്റെ കാലില് എണ്ണ തിളച്ച എണ്ണ വീണപ്പം വാഴപ്പിണ്ടി നീരൊഴിച്ചായിരുന്നു. അത് പെട്ടെന്നാണ് പൊള്ളലിന്റെ ഒരു ശമനവും കിട്ടി, ആ ഒരു വേദനയ്ക്കും കുറവ് കിട്ടി. 2 ദിവസം കൊണ്ട് തന്നെ മാറുകയും ചെയ്ത. അത് ഞാൻ കേട്ടിട്ടുണ്ട്, വാഴയുടെ. ഈ ഓയിൽ എന്റെ കാലിൽ ഇതുപോലെ ഓയിൽ തിളച്ചെണ്ണ വീണ് പൊള്ളിപ്പം പണ്ട് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ പന്നി നെയ്യുടെ എണ്ണ, അതൊരു ഓയിൽ കുറെ മാസങ്ങള്, പന്നിയുടെ നെയ്യില്ലേ, പന്നി നെയ്യ്, അത് യൂസ് ചെയ്യൂട്ടാ. ഞാൻ പറഞ്ഞില്ല അതോട്, അത് എടുത്ത് വെക്കും ഞാൻ. ആ പൊള്ളലിന്റെ പാട് പോകാനാണോ അതോ? പാടും പോകും, പൊള്ളലിന്റെ ഒരു വേദന ഉണ്ടാവില്ല നമുക്ക്. കൂളിംഗ് ആയിരിക്കും അല്ലേ മാം? ആ പന്നിയുടെ നെയ്യ് നല്ല കൂളിംഗ് ആയിരിക്കും അല്ലേ? നമ്മളിപ്പോ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന പറഞ്ഞില്ല, അതേപോലെ ഒരു ഓയിലാണല്ലോ അതും, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല തണുപ്പായിരുന്നു ശരിക്കും. എണ്ണ കാച്ചാറുണ്ട്. മാം, നമ്മൾ ആദ്യം ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലായിരുന്നു, ഒരു മോളുടെ ഒരു ദയനീയാവസ്ഥ പറഞ്ഞില്ലേ? അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയും ഇതുപോലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അത് ആ കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവള് വെള്ളം ചൂടാക്കി എടുത്തോണ്ട് വന്നതാ. അപ്പൊ ഈ മോൾ ഓടി ചെന്ന വഴിക്ക് തന്നെ അവളെ തട്ടിയിട്ട് ബാക്ക് സൈഡില് കഴുത്തിന്റെ അവിടെ നിന്ന് തൊട്ടേ മൊത്തം ഇത് ചാടിയായിരുന്നു വെള്ളം. അപ്പൊ അത് കുറെ പൊള്ളലുണ്ടായി. അപ്പൊ ഇവരപ്പൊ തന്നെ ഇങ്ങനെ ഈ തണുത്ത വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്നേ തന്നെ ഒരു കുറച്ച് സമയത്തേക്ക് വെള്ളത്തിൽ മുക്കി വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ തൊട്ട് കുട്ടി ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് വായിലൊക്കെ ഇങ്ങനെ വെള്ളം ചാടാൻ തുടങ്ങി.
ഇവര് പെട്ടെന്ന് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പൊ അവിടെ നമ്മുടെ ഇവിടെ അടുത്ത് പീഡിയാട്രീഷ്യൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ താഴേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. ലാസ്റ്റ് അതിനെ രാജഗിരി ഹോസ്പിറ്റലിലാണ് എത്തിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മളിങ്ങനെ ഈ പൊള്ളലിന്റെ അവസ്ഥയും കൂടെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഈ മോളുടെ പുറമൊക്കെ ഇങ്ങനെ ഇത്രയും കഴുത്തിന്റെ സൈഡൊക്കെ ഒത്തിരി പൊള്ളി. ഇപ്പം ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആ പൊള്ളലിന്റെ എഫക്റ്റ് വരും. അപ്പൊ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് പെട്ടെന്ന് പൊള്ളലും അങ്ങനെ വരുന്നു, കുഞ്ഞു കുട്ടികളൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും. അപ്പൊ ഈ മോൾക്കും ഉള്ളിലേക്ക് ആ പൊള്ളലിന്റെ എഫക്റ്റ് വന്നിട്ടാണ് വാ നിറച്ച് പോളം പോലെ വന്ന് ഇങ്ങനെ പൊട്ടി പോലെ ആയിരുന്നു. എന്നിട്ട് അത് മൊത്തം ഇങ്ങനെ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു 5-6 ദിവസം രാജഗിരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ആ കുട്ടിക്ക് ശരിയായത്. ഇപ്പൊ ആള് വലുതായി, മിടുക്കിയായി. എന്നാൽ ആ പൊള്ളലിന്റെ പാടും ഒക്കെ അവരെന്തോ മരുന്നൊക്കെ തേച്ചിട്ട് അതൊക്കെ പോയി. പക്ഷെ എന്നാലും നമ്മൾ ഈ ഓരോ പൊള്ളലിന്റെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ഓരോ ട്രീറ്റ്മെന്റ് എടുക്കാൻ. ഇപ്പൊ ഒത്തിരി പേര് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പം ഡോക്ടേഴ്സ് മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടേക്കുന്നത് കുറെ ഈ പേസ്റ്റ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉജാല ഇങ്ങനെയുള്ളതിലൊക്കെ കെമിക്കൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വലിയൊരു പൊള്ളലൊക്കെ ആണെങ്കിൽ ഈ കെമിക്കല് ചെല്ലുമ്പം അതിന്റെ എഫക്റ്റ് കൂടാനാണ് സാധ്യത. അപ്പൊ നമ്മളിപ്പോ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് എല്ലാരും ചെയ്യുന്ന ഒരു കേസാണ്. പക്ഷെ അത് ഓവറായിട്ടുള്ള ഒരു പൊള്ളലാണെങ്കിൽ അതിനൊരു ഇത്തിരി സമയം കൂടുതൽ എങ്ങാണ്ട് വെള്ളം ഒഴിക്കണമായിരിക്കും. എങ്ങനെയാണെന്നറിയില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളത്തിന് പകരം ഐസ് പാക്ക് വെക്കുന്നതല്ലേ ഏറ്റവും നല്ലത് സർ? ചിലപ്പോൾ തൊലിയുടെ പോകുന്നു. ഇടവില്ലേ ഞാൻ പറഞ്ഞത്, ചെറിയ പൊള്ളലാണെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. വെള്ളത്തിൽ ക്ലീൻ ചെയ്യുക, അതേപോലെ ആന്റിസെപ്റ്റിക് ക്രീം പറ്റാന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പൊ ബേൺസ് സീരിയസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേൺസ് ഇസ് സീരിയസ്, മെഡിക്കൽ കെയർ ഈസ് ടു ബി ഗിവൺ. ബേൺസ് കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ആ പേഷ്യന്റിനെയും കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കാം, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് നോക്കണം. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി. ഓക്കെ, ഇനി മിസ് പിന്നെ ഇല്ലേ, ഈ ചില നമ്മൾ ഉപയോഗിക്കുന്ന വിക്സ്, ടൈഗർ ബാമിലൊക്കെ ഈ പൊള്ളുന്നതിന്റെ ഒരു ഇതുണ്ടാവും. അപ്പൊ അത് ഓവറായിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊള്ളലേക്കത്തില്ലേ? നെറ്റി പൊള്ളും. നെറ്റിയിലൊക്കെ തേക്കുകയാണെങ്കിൽ നെറ്റിയിൽ പൊള്ളും, തോലിങ്ങനെ അടർന്നു പോരും. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു അമ്മൂമ്മ ഇങ്ങനെ വേദന എടുത്ത പാട്ടില് ഇതിങ്ങനെ ടൈഗർ ബാം ഒരുപാട് പെരട്ടി കഴിഞ്ഞ് അവരെ കൊണ്ടുവന്നപ്പോ അവര് പെരട്ടിയ സ്ഥലത്ത് തൊലി ഉണ്ടായിരുന്നില്ല, പൊള്ളിപ്പോയെന്ന് അവര് പറഞ്ഞേ. കാരണം മിക്കതും കെമിക്കൽസ് ഒക്കെ വെച്ചാണ് പ്രിപ്പയർ ടൈഗർ ബാം വിക്സിലൊക്കെ ആസിഡ് ആണോ ഉള്ളത്? അതൊക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടെ, കെമിക്കൽസ് ആണ്. അതേപോലെ വിക്സിലൊക്കെ നമുക്ക് അവിടെ തണവൊക്കെ തോന്നണത് അത് ശരിക്കും നമ്മൾ അങ്ങനെ എന്താ പറയാ, കെമിക്കൽസ് ആണ് മെയിനായിട്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. ഓക്കെ മാം, അതെന്താ അറിയോ, ചില ബോഡി അത് റിയാക്ട് ചെയ്യും. ടൈഗർ ബാം ഒക്കെ സെൻസിറ്റീവ് ബോഡീസിനൊന്നും അത് പറ്റില്ല. അത് കെമിക്കൽസ് ഉപയോഗിക്കുകയും ചെയ്യരുത്. കുഞ്ഞു മക്കൾക്കൊന്നും ടൈഗർ ബാം ഉപയോഗിക്കുകയും ചെയ്യരുത്. എന്നാ പിന്നെ ആ വിക്സ് ഉണ്ടല്ലോ, വെള്ള നീല ഡപ്പയിലുള്ളത്, പിന്നെയും കുറച്ചൊന്നും കുഴപ്പമില്ല. വിക്സ് യൂസ് ചെയ്ത് ബേബി റബ്ബൊക്കെ ഞാൻ ഒരു കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടറോട് ചോദിച്ചു. അവർക്ക് ഭയങ്കര തബക്കത്ത് വന്നത്. ഞാൻ പറഞ്ഞു ആവി വിക്സിട്ട് ആവി കൊള്ളിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാ വിക്സിട്ട് ആവി കൊള്ളിക്കണേ, വെറുതെ ആവി കൊള്ളിച്ചാൽ പോരെ, അത് മാറിക്കോളൂ അല്ലെ, വിക്സിലൊക്കെ എന്ത് കെമിക്കലാ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞു വെറുതെ കൊള്ളിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി അങ്ങനെ അത്രേ ഇതാണെങ്കിലും തുളസിയില പറിച്ചിട്ട് കൊള്ളിച്ചോ, അപ്പൊ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഈ വിക്സിലൊക്കെ എന്താണ് കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ഈ ആവി കൊള്ളുമ്പോൾ വിക്സ് വേഗം കയറണം, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറണം. അത് വേണ്ട, മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ ഡോക്ടർമാർ ശരിയാണ് മാഡം. എന്റെ മക്കൾക്ക് മഞ്ഞളും തുളസിയില ഇട്ട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിക്കൂർക്കയുടെ ഇലയിട്ട് പിടിക്കാൻ 2 years ഉപയോഗിക്കാൻ പാടില്ല എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വിക്സില്. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ഇട്ടുണ്ട്, മരുന്ന് കിട്ടുന്നുണ്ട്, അത് ഇപ്പോഴേ ബേബി റബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ചെറിയ വിക്സ് കിട്ടാറുണ്ടല്ലോ, അപ്പൊ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ? ശരിക്കും മാക്സിമം അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ അത് പരത്തി ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് ഡോക്ടർ പറഞ്ഞേട്ടാ. കൺഫേം ആയിട്ട് അറിഞ്ഞൂടാ. ബേബി റബ്ബും കുട്ടികൾക്കുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ലേ മിസ്സേ? വലിയവരുടെ വിസല്ലേ ഉപയോഗിക്കാൻ പറ്റാത്ത, കുട്ടികളുടേത് അതിലേ അത് പറ്റില്ലേ? നോക്ക 2 വിക്സ് എടുത്തിട്ട് നോക്കാം എന്താണ് അതിൽ വ്യത്യാസം, അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം, എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്തോ. സെയിം ഏകദേശം സെയിം ആണ് മറ്റേതിന്. ബേബി റബ്ബിനൊക്കെ കുറച്ച് ആ ഒരു ഒരു തണവ് തോന്നൂല, അതിന്റെ കെമിക്കൽ മാത്രം ഇല്ലാന്നുള്ളൂ, ബാക്കിയൊക്കെ അതിൽ സെയിം ആണ്. അത് മാം
നമ്മൾ കാണിക്കുന്ന ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ എന്റെ കുട്ടിക്ക് ഞാൻ ചോദിച്ചു ഉപയോഗിക്കാൻ പറ്റുമോ, അപ്പൊ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. ചില കുട്ടികൾക്ക് പറ്റുണ്ടാവില്ല. അപ്പൊ നമ്മള് എപ്പോഴും ചോദിച്ചിട്ട് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് മിസ് അതേ കോഴി നെയ്യില്ലേ, നാടൻ കോഴി നെയ്യില്ലേ, കോഴി നെയ്യ് പറത്തിയിട്ടുണ്ടെങ്കിൽ പൊള്ളക്കൂല്ല, വേദന ഉണ്ടാവില്ല. എനിക്ക് ഒരു വട്ടം തിളച്ച ചായ എന്റെ മേത്തിൽ കൂടെ പോയി, ആകെ പൊള്ളി. അപ്പൊ അത് കോഴി നെയ്യാണ് പുരട്ടിയത്. ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വന്നില്ല. ചെറിയ പൊള്ളലൊക്കെ നമ്മൾ പറഞ്ഞ വീട്ടിലെ ചെറിയ ട്രീറ്റ്മെന്റ് പൊടി കൈവളമുണ്ടാക്കാൻ ചെറുതല്ല, നന്നായി പൊള്ളി. അരക്ക് കീഴ്പ്പെട്ട് നന്നായി തിളച്ച ചായ അങ്ങനെ പൊട്ടിയിട്ട് അങ്ങനെ വീണു. നന്നായി പൊള്ളി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല പേടിച്ചിട്ട്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്, വാതിലടച്ച് തുറക്കാണ്ടായപ്പോ. അത്ര ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു, പൊള്ളച്ചില്ല. പക്ഷെ കളറ് വന്നു കേട്ടോ, വെള്ള കളറ് വന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കുക. ഞാനൊന്ന് പറയട്ടെ മിസ്സേ, നമ്മളെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കോഴിനെയ്യ് അങ്ങനെ കുറേ സാധനങ്ങൾ പെട്ടിക്കഴിഞ്ഞാൽ മാറും, വെള്ളം ഒഴിച്ചാൽ കുറേ കുറയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നമ്മളിപ്പം കിച്ചണിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പം കുക്കറിൽ നിന്നും അവിടെ നിന്നൊക്കെ നമ്മുടെ കൈയൊക്കെ പൊള്ളാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഹോമിയോയിൽ പോയിട്ട് ഈ പൊള്ളലെന്ന് പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്ത് വേണമെങ്കിൽ ആ ഓയിൽമെന്റ് കാണിച്ചു തരാം. ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ എപ്പോഴും കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ കുട്ടിക്കായാലും എൻ്റെ അനിയത്തിക്ക് 2 ട്വിൻസ് ഉണ്ട്, അവർക്ക് ഞാനിത് ഓൾറെഡി ഇതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ കോഴിനെയ്യോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോമിയോയിൽ പോകുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ ഈ പാടൊന്നും വരത്തില്ല. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന്, ഞാൻ എപ്പോഴും ഫ്രിഡ്ജിന്റെ മേലെ എവിടെയെങ്കിലും ഇത് വെച്ചിരിക്കും, കാരണം പൊള്ളൂന്നറിയാം. അപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. കാണിച്ചോടാ. കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ ഓയിൽമെന്റ്? ഇതാണ് ഒരു ഓയിൽമെന്റ്. ഇത് പൊള്ളൽ ഇതിന് കാന്താരിസ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒരു പേര് എഴുതിയേക്കുന്നേ. ഇതുണ്ടോ, ഞാൻ ഫോട്ടോ ഇട്ടേക്കാം. അത് ഇതിന് ഒന്നല്ലെങ്കിൽ എണ്ണ കിട്ടും ഹോമിയോയില്. നമ്മളിപ്പം പൊള്ളൂന്ന് നമുക്കറിയാലോ എപ്പോഴെങ്കിലും ഒക്കെ. അപ്പൊ ഞാനിത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഈ സാധനം. അപ്പൊ ഇത് എന്റെ ഹസ്ബൻഡ് ഒരു KCB വർക്ക് ചെയ്യുന്ന, അവിടുന്ന് ഒരു ദിവസം എന്തോ തിളച്ച വെള്ളം തല വഴി വീണു. ഫ്രണ്ട് ആരാണ്ട് വെള്ളം എടുത്തിട്ട് പോയപ്പോ, എന്നിട്ട് പെട്ടെന്ന് ഷുഗറോ പ്രഷറൊക്കെ താന്ന പോലെ വന്നിരുന്നു. ഈ സാധനം മാത്രം തേച്ചു, അരമണിക്കൂർ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഇങ്ങനെ ചുവന്ന കളറൊക്കെ ആയായിരുന്നു, പൊള്ളി ആ ഒരു ലെവലില്. എന്നിട്ട് ഇത് തേച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കും നോർമൽ ഇതായി, യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഞാനിത് ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഇടാം. ഇത് എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞാനിന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ മാം. എന്റെ കയ്യിൽ ഒരു ആന്റിസെപ്റ്റിക് ക്രീം ഉണ്ട്, കുറച്ച് നാളായിട്ട്. അത് പറ്റിയിരിക്കുമ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചു കൊടുക്കും, കാരണം എപ്പോഴും പൊള്ളലായിരിക്കും. എന്റെ ഹസ്ബൻഡ് ഇതേപോലെ അത്യാവശ്യം വണ്ടി മെക്കാനിക്കാണ്. അപ്പൊ വണ്ടിയിൽ നിന്ന് എപ്പോഴും പൊള്ളലേക്കാനുള്ള ചാൻസ് ആണ്. അപ്പൊ എപ്പോഴും ഞാൻ ആന്റിസെപ്റ്റിക് ക്രീം വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാ പൊള്ളൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും, അതിലുണ്ട് ഒരു ആന്റിസെപ്റ്റിക് ക്രീം. ഇപ്പൊ കുട്ടി പറഞ്ഞ ആന്റിസെപ്റ്റിക് ക്രീം ആവട്ടെ, നിങ്ങൾക്ക് കിട്ടാവുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ആന്റിസെപ്റ്റിക് ക്രീമും എന്തിൽ വേണം, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണം. എപ്പോ വേണമെങ്കിലും പൊള്ളൽ സംഭവിക്കാമല്ലോ. ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റാന്നുള്ള രീതിയിൽ ആന്റിസെപ്റ്റിക് ക്രീം എന്ത് ചെയ്യാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ. പൊള്ളുമ്പളേ ഡ്രസ്സ് മാറ്റി കൊടുക്കണോ? പൊള്ളൽ കൂടുതലാണെങ്കിൽ നമുക്കത് ഡ്രസ്സ് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ അത് ആ ഒരു പ്ലേസിൽ തുറന്നിടുന്നതായിരിക്കും നല്ലത്. കാരണം ഡ്രസ്സും കൂടി ഒരയുമ്പോ ആ ഒരു വേദനയുടെ അല്ലെങ്കിൽ ആ ഒരു ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഭയങ്കരമായിട്ട് പൊള്ളലാണെങ്കിൽ വേഗം പോയി ഡ്രസ്സ് ഒന്ന് വലിച്ച് റിമൂവ് ചെയ്തത്, കാരണം തൊലിയൊക്കെ ആയിട്ട് അതിനൊപ്പം തന്നെ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ നോക്കിയിട്ട് വേണം ഓരോ കാര്യം ചെയ്യാനായിട്ട്. കേട്ടല്ല? പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ് ആണെങ്കിൽ മേത്ത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. ചില ഡ്രസ്സുകൾക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അത് എങ്ങനത്തെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ. നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നും കൂടെ അതിന്റെ ഒപ്പം തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വേണ്ട കേട്ടോ. സാധാരണ
പൊള്ളലൊക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെയെങ്കിലും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആന്റിസെപ്റ്റിക് ക്രീം ഉണ്ടായിരുന്നോ? എന്റെ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ പൊള്ളലായിട്ട് പോയപ്പോഴോ ഇതാ തന്നത് അവര്, ഈ ക്രീമാണ് തന്നത്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, പേരെന്താ? ഫർസാന. ക്രീമിന്റെ പേര്? ക്രീമിന്റെ പേര് എന്തോ സിൽവേറ അങ്ങനെ എന്തോ ഒരു ക്രീമാ. സിൽവർ നൈട്രേറ്റ് ജെല്ല് അങ്ങനെ എന്തോ ഞാനും യൂസ് ചെയ്യണ ക്രീമിന്റെ പേര് തോന്നുന്നുണ്ട്. അതിന്റെ ഒറിജിനൽ പേര് സിൽവർ നൈട്രേറ്റ് ജെല്ല് എന്നാണ്. ഓക്കെ, ഒരു ആന്റിസെപ്റ്റിക് ക്രീം ഇതുണ്ട്, സ്പ്രേ ഉണ്ട് നമ്മുടെ ബേണ്ട തന്നെ. ആണല്ലേ? അതാ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ക്രീം കണ്ടിട്ടുണ്ട്. മാം ഈ ബെറ്റാഡിൻ എന്ന് പറയുന്നത് സവോയുടെ ബേൺ റിലീഫിന്റെ ഫസ്റ്റ് എയ്ഡ് സ്പ്രേ ആണ്. എല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്ക് എപ്പോ എത്തിയാലും അവൈലബിൾ ആവണ ഒരു രീതിയിൽ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാം. മിക്കവാറും ഫ്രിഡ്ജിന്റെ മുകളിലായിരിക്കും എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഫ്രിഡ്ജിന്റെ മേലെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെയാണ്, കാരണം അടുക്കളയിൽ നിന്നാണ് മിക്കപ്പോഴും എന്റെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസസോ അവിടെ വച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അസസും ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് അസസ് ചെയ്യാൻ. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കിച്ചന്റെ ഒരു ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോ അവിടെ ഇരിപ്പുണ്ട്, വേഗം ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറയാം. അതുകൊണ്ടാണ് അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റാൻ സാധ്യത കൂടുതൽ. അവിടെ എല്ലാവർക്കും അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇനി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഓരോരുത്തരൊന്ന് കാണിച്ച്, എല്ലാവരും ഒന്ന് കാണിച്ചു ഫോട്ടോ കാണിച്ചേക്ക്. ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഫോട്ടോ കാണിച്ചാൽ മതി കേട്ടോ. വീഡിയോ ഓണാക്കുക, ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഫോട്ടോ കാണിക്കുക എല്ലാവരും. മാം ഞാൻ നെക്സ്റ്റ് ക്ലാസ് കാണിച്ചായിരുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യാം. നല്ല സ്പ്രേ ആണ്. ഓക്കെ ഓക്കെ, നല്ലതാണ്. മാം എനിക്ക് അകത്തിരിക്കാൻ പറ്റാതെ പുറത്തു വന്നിരിക്കുകയാണ്, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, ഓക്കെ. ഫസ്റ്റ് എയ്ഡ് കോട്ടൺ ഓരോരുത്തർ ആൻസി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻസി കാണിക്കട്ടെ എന്തൊക്കെയാണ് നോക്കാം. ഇത് നമ്മളുടെ പാരസിറ്റാമോളിന്റെ ടാബ്ലറ്റ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കത്രിക, ഇത് ബാൻഡേഡ് ഒട്ടിക്കാനായിട്ട്. പിന്നെ ഒരു ബെറ്റാഡിയന്റെ ഓയിൽമെന്റ്. ബെറ്റാഡി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡേറ്റ് കഴിഞ്ഞാണോ നോക്കിയിട്ട് വേണം അത് പറ്റാനായിട്ട് കേട്ടോ. ഒലിവ് ഓയില്. ഒലിവ് ഓയിൽ നല്ലതാണ്, മുറിവിനൊക്കെ നല്ലതാണ്. അതെന്താ? കാൽബോറിക് പൗഡർ. മുറിവ് പൊടി എന്ന് പറയുന്ന അമ്മ. പിന്നെ വോലിനിയുടെ ഒരു ഓയിൽമെന്റ്, പിന്നെ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്. താങ്ക് യു മാം. ഇനി അടുത്ത ആരാ കാണിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യണത്? ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേക്ക്, ഞാൻ വിളിക്കാം. ബിന്ദു കാണിക്കും. പറഞ്ഞോ. ബെറ്റർ പിന്നെ കോട്ട് പഞ്ഞി, പിന്നെ ബാൻഡേജ്, പഞ്ഞി വെച്ച് ഒട്ടിക്കാല്, ബാൻഡേജ് വെക്കാനുള്ളത്, കത്രിക, മുറിവിൽ പുരട്ടാല് ഓയിൽമെന്റ്. ക്ലിയർ ആവല്ല കേട്ടോ. അടുത്ത പറഞ്ഞോട്ടെ ബിന്നു. ഇത് പറയട്ടെ? പറഞ്ഞോടാ. ഇത് ഡെറ്റോള്, പിന്നെ കോട്ടൺ, ഇത് മെഡിക്കേറ്റഡ് ഓയിൽ. പല്ലുവേദന ഒക്കെ ഉണ്ടാകുമ്പോ പല്ലിനായിട്ട്
ഇത് കോളിന്റെ ഗുളിക, പെട്ടെന്ന് നല്ല പനിയൊക്കെ വരികയാണെങ്കിൽ. പിന്നെ ഇത് മെഡിക്കൽ സ്ലിപ്പ്, മുറിവുണ്ടായ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ വെക്കാനായിട്ട് പറ്റും. പിന്നെ കത്രിക, ഗോസ്, ബ്ലഡ് ഒക്കെ വരുമ്പോ വെച്ചിട്ട് വെക്കാനായിട്ട്. കഞ്ഞി പോലത്തെ ഇത് അതിന്റെ മുകളില് കെട്ടാനായിട്ടുള്ളത് കാണുന്നുണ്ട്. പിന്നെ ഇത് മരുന്ന് വെച്ച് കെട്ടാനുള്ളത്, മെർക്കുറോന്റെ മരുന്ന്. പിന്നെ വിക്സ്, നല്ല വലിയ മുറിവൊക്കെ ആണെങ്കിൽ മറ്റേ കോട്ടൺ വെച്ചിട്ട് ഇതുകൊണ്ട് നമുക്ക് വെച്ച് കെട്ടാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആരാ എക്സ്പ്ലെയിൻ ചെയ്യണേ? ഞാൻ പറഞ്ഞോട്ടാ. ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞോട്ടോ. ഞാൻ പറഞ്ഞോട്ടെ ഇനി. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ്. ഇതില് ഫസ്റ്റ് നമ്മുടെ പൊള്ളലേറ്റാല് സവോയുടെ ഒരു ബേൺ റിലീഫിന്റെ സ്പ്രേ ഉണ്ട്. പിന്നെ ഡെറ്റോള്, നമുക്ക് മുറിവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിക്സ് ആണ്, നമുക്ക് പെട്ടെന്ന് തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ. പിന്നെ കോട്ടൺ ഉണ്ട്, മുറിവൊക്കെ ആയാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഗോസ് ഉണ്ട്, ഇത് നമുക്ക് പഞ്ഞിയൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കത്രിക, നമുക്ക് കോട്ടനൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതില് പാരസെറ്റമോളിന്റെ ഗുളികയുണ്ട്. പിന്നെ നമുക്ക് പല്ലുവേദന, അങ്ങനെ തലവേദന അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗുളികകളുണ്ട്. പിന്നെ നമ്മുടെ ORSന്റെ പൗഡർ, ഇതൊക്കെ ഇപ്പൊ ആവശ്യമില്ല, തീരെ വയ്യായിരുന്നു, അപ്പൊ അതുകൊണ്ട് അത് കാരണം കിട്ടിയതാണ്. പിന്നെ ഗ്ലൂക്കോസിന്റെ പൊടി, പിന്നെ നമ്മുടെ ഇത് ബാൻഡേഡ് ഉണ്ട്. പിന്നെ ഗുളികപ്പൊടിയും, പിന്നെ മരുന്നിന്റെ മുറിയായിട്ടുണ്ടെങ്കിൽ തേക്കാനുള്ള ഓയിൻമെന്റും അതിന്റെ പൗഡറും ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. പറഞ്ഞോളാം. മാം, ഇതാണ് എന്റെ മെഡിക്കൽ ബോക്സ്. ഇത് സിസർ, ഇത് കോട്ടൺ മുറിവുണ്ടാവുമ്പോ കെട്ടാൻ, ഇത് ബാൻഡേഡ്, ഇത് ട്വീസർ, ഇത് സ്റ്റിച്ച് പൊടി, ഞങ്ങളിവിടെ സ്റ്റിച്ച് പൊടി എന്നാണ് പറയുന്നത്, മുറിവില് പറ്റണത്. ഇത് മുറിവെണ്ണ, പിന്നെ ഇത് വിക്സ്, ഇത് സാനിറ്റൈസർ, ഇത് ഡെറ്റോള്, പാരസെറ്റാമോളിന്റെ സിറപ്പ്, പിന്നെ പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റും, പിന്നെ ഒരു ഇതിന്റെ ബാൻഡേജ്. ഇത്രയുള്ളൂ മിസ്സേ. നല്ലതായിരുന്നു കേട്ടോ. സാനിറ്റൈസർ എല്ലാവർക്കും ഫസ്റ്റ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ വേറെ ആരെയും കണ്ടില്ല സാനിറ്റൈസർ. സാനിറ്റൈസർ എന്തിനാണ്? മുറി പറ്റി കഴിഞ്ഞാൽ വെച്ചാന്നല്ല, മുറിവല്ല, നമ്മുടെ കൈ നമുക്ക് മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ നല്ല രീതിയിൽ വൃത്തിയാവണ്ടേ. കാരണം മുറിവിലേക്കാണ് പോകുന്നത്. അത്രയുള്ള കൈ കൊണ്ട് പോണേക്കാൾ നല്ല സാനിറ്റൈസർ അടിച്ച് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ ആണ് അങ്ങനെ വരാമല്ലോ. അതുകൊണ്ടാണ് സാനിറ്റൈസർ നല്ലതാന്ന് പറഞ്ഞത്. അല്ലാണ്ട് മുറിവിൽ പോയിട്ട് സാനിറ്റൈസർ അടിച്ചിരുത്. ചില സമയത്ത് കൊറോണ ഒക്കെ വന്ന സമയത്ത് ആൾക്കാർ ഇതൊന്നും അറിയാണ്ട് സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അത് നോക്കാം. കത്തിപ്പൂ ഉണങ്ങാറുണ്ട് സാനിറ്റൈസർ വെച്ചാലോ? എന്താണ്? ഹലോ മാം. ഹലോ, ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത് കോക്കനട്ട് ഓയിൽ, മറ്റേ നമ്മൾ പൊള്ളിക്കഞ്ഞി കഴിയുമ്പോൾ നമുക്ക് പരട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ORS, പിന്നെ കോട്ടൺ, ടർപ്പൻ ഓയിൽ ഇല്ലേ, നമ്മള് മൂവിനൊക്കെ പോലെ ഉള്ളതാ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് തന്നത് അത്.
പിന്നെ പാരസെറ്റമോളിന്റെ സിറപ്പ്, സാനിറ്റൈസർ, പിന്നെ ബേബി റബ്ബർ വിക്സ്, തെർമോമീറ്റർ. പിന്നെ ഇത് നമ്മള് മറ്റേ മുറിവുകളൊക്കെ വരുമ്പോ ഇടുന്ന മെയിനായിട്ട് ഈ പൊക്കിൾ കൊടിയുടെ മറ്റേ ഇതിന് വേണ്ടിട്ട് വാങ്ങിച്ചായിരുന്നു, മുറിവിനും യൂസ് ചെയ്യാന്ന് പറഞ്ഞ. പിന്നെ ഇത് ബെറ്റാഡിൻ പോലെ തന്നെയുള്ള ഈ ബാക്ട് എന്ന് പറയുന്ന വേറൊരു ഓയിൻമെന്റ്, പഴുപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാല് പഴുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ബാൻഡേജ്, പിന്നെ മെയിൻ ആയിട്ട് ജലദോഷം വരുമ്പോ C+ മറ്റേ സിട്രസിനില്ലേ അതിന് യൂസ് ചെയ്യണേ. പിന്നെ ഒരു ബാക്കിയുള്ളവരെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ നമുക്ക് ഓരോരുത്തർ കാണിക്കുക, അതേപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതേപോലെ തന്നെ CPRനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലും അതെങ്ങനെ കൊടുക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിട്ടിരുന്നോട്ടെ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ടൈം കഴിഞ്ഞുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിയാ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.